Hi dears, how are you? I think all of you fine. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് യൂണിറ്റ് 3 ഫുഡ് ആൻഡ് ഇറ്റ്സ് ന്യൂട്രിയൻസ് എന്ന ചാപ്റ്ററിലെ കോമ്പോണൻസ് ഓഫ് ന്യൂട്രിയൻസ് അല്ലേ. അതിൽ നമ്മൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, മിനറൽസ് ഇത്രയും ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം മിനറൽസുകളിലെ പ്രധാനപ്പെട്ട മിനറൽസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മിനറൽസാണ് കാൽസ്യം. A mineral needs for healthy teeth, bones and other body tissue. It is the most common mineral. ആരോഗ്യമുള്ള പല്ലുകൾക്കും എല്ലുകൾക്കും മറ്റ് ശരീരകോശങ്ങൾക്കും ആവശ്യമായിട്ടുള്ള മിനറൽസ് ആണ് എന്ത്? കാൽസ്യം. ഇത് കോമൺ ആയിട്ടുള്ള ഒരു മിനറൽസ് ആണ് എന്ത്? കാൽസ്യം. It is essential for growth and development of children and adolescents as it is maintains strong bones and teeth while also assisting in muscle contractions, nerve stimulation and regulating blood pressure. അതായത് കുട്ടികളുടെയും കൗമാരക്കാരുടെയും വളർച്ചയ്ക്കും വികാസത്തിനും അതുപോലെ തന്നെയാണ് ശക്തമായ എല്ലുകൾക്കും പല്ലുകൾക്കും അതുപോലെ തന്നെ പല്ലിൻ്റെ വൈറ്റനിങ് നിലനിർത്താനൊക്കെ എന്താവശ്യമുണ്ട്? കാൽസ്യം ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പേശികളുടെ സങ്കോചനത്തിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനൊക്കെ എന്ത് വേണം? രക്തം കട്ട പിടിക്കാനൊക്കെ എന്ത് വേണം? നമ്മുടെ ബോഡിയിൽ കാൽസ്യം വേണം. മിൽക്ക്, ബട്ടർ, ലീഫി ഗ്രീൻസ് ലൈക്ക് സ്പിനാച്ച്, കറി ലീവ്സ് ആൻഡ് കോറിയൻഡർ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് കാൽസ്യം. അതായത് കാൽസ്യത്തിൻ്റെ സോഴ്സസ് ആണ് ഏതൊക്കെയാണ്? മിൽക്ക്, ബട്ടർ, ലീഫി ഗ്രീൻസ്, സ്പിനാച്ച്, കറി ലീവ്സ്, കോറിയൻഡർ. ഓക്കെ. ദെൻ സെക്കൻഡ് ഡിസ്കസ് ചെയ്യുന്ന മിനറൽസ് ആണ് അയൺ. അയൺ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മിനറൽ ദാറ്റ് ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹെൽത്തി ബ്ലഡ്. ആരോഗ്യകരമായിട്ടുള്ള രക്തം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന വസ്തുവാണ് ഇരുമ്പ്. അയൺ ഈസ് എ മിനറൽ ഫൗണ്ട് ഇൻ എവറി സെൽ ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും കാണപ്പെടുന്ന ഒരു ധാതുവാണ് ഇരുമ്പ്. അയൺ ഇസ് എ കൺസേൺ ആസ് എൻ എസെൻഷ്യൽ മിനറൽ ബിക്കോസ് ഇറ്റ് ഈസ് നീഡഡ് ടു മേക്ക് ഹീമോഗ്ലോബിൻ എ പാർട്ട് ഓഫ് ബ്ലഡ് സെൽസ്. ഇരുമ്പ് ആവശ്യമുള്ള ഒരു ധാതുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബിക്കോസ് രക്തകോശങ്ങളുടെ ഭാഗമായിട്ടുള്ള ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അയൺ ആണ്. The human body needs iron to make the oxygen, carry protein, hemoglobin and myoglobin. അതായത് നമ്മുടെ ബോഡിയിൽ അയണിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഓക്സിജന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേപോലെ ഉണ്ട്. അതായത് ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. ഹീമോഗ്ലോബിൻ ഈസ് ഫൗണ്ട് ഇൻ റെഡ് ബ്ലഡ് സെൽസ്, മയോഗ്ലോബിൻ ഈസ് ഫൗണ്ട് ഇൻ മസിൽസ്. ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ബ്ലഡിൽ. എന്നാൽ മയോഗ്ലോബിനോ? മസിൽസിൽ. Iron is found in leafy greens, liver, egg yolk, beetroot, pomegranate, jaggery, etc. അയണിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്? അതായത് ലീഫി ഗ്രീൻസ്, ലിവർ, എഗ് യോക്ക്, ബീട്രൂട്ട്, pomegranate, ജാഗരി. ഓക്കെ. ദെൻ തേർഡ് ഡിസ്കസ് ചെയ്യുന്ന മിനറൽസ് ആണ് അയഡിൻ. അയഡിൻ ഈസ് എ മിനറൽ ഫൗണ്ട് ഇൻ സം ഫുഡ്. ചില ഭക്ഷണങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ധാതുവാണ് അയഡിൻ. അവർ ബോഡി നീഡ്സ് അയഡിൻ ടു മേക്ക് തൈറോയ്ഡ് ഹോർമോൺസ്. നമ്മുടെ ബോഡിയിൽ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അയഡിൻ ആണ്. ദീസ് ഹോർമോൺ കൺട്രോൾ അവർ ബോഡീസ് മെറ്റബോളിസം ആൻഡ് അതർ ഫങ്ഷൻസ്. നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോളിസം അതുപോലെ തന്നെയാണ് മറ്റ് അതർ ഫങ്ഷൻസിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? അയഡിനാണ്. ദർ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ബോൺസ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസി പീരീഡിലും അതുപോലെ തന്നെ ഇൻഫാൻസി പീരീഡിലും ബോൺസിനും അതുപോലെ തന്നെ ബ്രെയിൻസിനൊക്കെ ഡെവലപ്മെൻറ്റിനൊക്കെ എന്താവശ്യമുണ്ട്? അയഡിൻ ആവശ്യമുണ്ട്. അയഡിൻ നെസസറി ഫോർ ദ പ്രോപ്പർ ഫങ്ഷൻ ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് വേണം? അയഡിൻ വേണം. സീ ഫുഡ്, വെജിറ്റബിൾസ്, ഗ്രോൺസ് ഇൻ അയഡിൻ, റിച്ച് സോയിൽസ് ആൻഡ് അയോഡൈസ്ഡ് സാൾട്ട് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് അയഡിൻ. ഓക്കെ. ദെൻ ഫോർത്ത് ഡിസ്കസ് ചെയ്യുന്ന മിനറൽസ് ആണ് സോഡിയം. ദ ഹ്യൂമൻ ബോഡി റിക്വയർസ് എ സ്മാൾ എമൗണ്ട് ഓഫ് സോഡിയം ടു കണ്ടക്ട് നെർവസ് ഇംപൾസസ്, കോൺട്രാക്ട് ആൻഡ് റിലാക്സ് മസിൽസ് ആൻഡ് ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർ ബാലൻസ് ഓഫ് ദ വാട്ടർ ആൻഡ് മിനറൽസ്. നമ്മുടെ ശരീരത്തിൽ നാഡീസങ്കോചം നടത്തുവാനും പേശികൾക്ക് വിശ്രമിക്കുവാനും ജലത്തിൻ്റെയും ധാതുക്കളുടെയും ശരിയായിട്ടുള്ളൊരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും മനുഷ്യ ശരീരത്തിൽ എന്ത് ആവശ്യമുണ്ട്? ചെറിയ തോതിൽ സോഡിയം ആവശ്യമുണ്ട്. സോഡിയം ഈസ് നെസസറി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ഇൻ ആൾ ദ ടിഷ്യൂസ് ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിലെ എല്ലാ കോശങ്ങളിലും പദാർത്ഥങ്ങളിലും ദഹനം ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്താവശ്യമുണ്ട്? സോഡിയം ആവശ്യമുണ്ട്. Meat food are high in sodium. It is relatively low in plant food. അതായത് സോഡിയത്തിൻ്റെ അംശം കൂടുതലുള്ള ഫുഡാണ് മീറ്റ്. അതുപോലെ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിലുള്ള സോഡിയത്തിൻ്റെ അംശമുള്ള ഫുഡാണ് പ്ലാനറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡ്. ഓക്കെ.
Then fifth discuss ചെയ്യുന്ന മിനറൽസ് ആണ് പൊട്ടാസ്യം. Potassium is found naturally in many foods and as a supplement it is main role in the body to help maintain normal level of fluid inside our cells. പൊട്ടാസ്യം പല ഭക്ഷണങ്ങളിലും സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട്. കൂടാതെ നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ സാധാരണ അളവിലുള്ള ദ്രാവകം നിലനിർത്താൻ സഹായിക്കുന്നതിൽ മെയിനായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് ആരാണ്? പൊട്ടാസ്യമാണ്. Potassium also helps muscles to contract and support normal blood pressure. Potassium is necessary for the growth of bones and for regulating the chemical quality of substance like blood. അതായത് നമ്മുടെ പേശികൾ ചുരുങ്ങുവാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും അതുപോലെ നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും രാസഗുണത്തിനും നല്ലൊരു ബ്ലഡ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്ലഡ്, നമുക്ക് ഹെൽത്തി ബ്ലഡ് ഉണ്ടാകുവാനൊക്കെ എന്ത് ആവശ്യമുണ്ട്? പൊട്ടാസ്യം ആവശ്യമുണ്ട്. പൊട്ടറ്റോസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ റിച്ച് ഇൻ പൊട്ടാസ്യം. അതായത് പൊട്ടറ്റോസ്, വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലൊക്കെയാണ് എന്തുള്ളത്? പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത്. ദെൻ സിക്സ് ഡിസ്കസ് ചെയ്യുന്ന മിനറൽസ് ആണ് സൾഫർ. സൾഫർ ഈസ് ഹൈ ഇൻ ദ ബ്രെയിൻ, നെയിൽ ആൻഡ് ഹെയർ. അതായത് നമ്മുടെ ബ്രെയിനിലും നെയിലിലും ഹെയറിലും കൂടുതലായിട്ട് കാണപ്പെടുന്ന മിനറൽസ് ആണ് സൾഫർ. ഇറ്റ് ഡിക്രീസസ് ദ നെയിൽസ് ആൻഡ് ഹെയർ വിൽ ബി ലെസ് സോഫ്റ്റ്. അതായത് നമ്മുടെ ബോഡിയിൽ സൾഫറിൻ്റെ അംശം കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ നെയിൽസിൽ നമ്മുടെ ഹെയറിലൊക്കെ എന്താവും? ഹെയറിൻ്റെ ഒക്കെ സോഫ്റ്റ്നെസ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. എഗ്സ്, അമര, റാഡിഷ്, റെഡ് ഓണിയൻ ആൻഡ് ഗാർലിക് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് സൾഫർ. സൾഫറിൻ്റെ സോഴ്സസ് ഉള്ള ഫുഡുകൾ ഏതൊക്കെയാണ്? എഗ്സ്, അമര, റാഡിഷ്, റെഡ് ഓണിയൻ, ഗാർലിക്. ഓക്കെ. സൾഫർ ഈസ് ദ മോസ്റ്റ് അബ്ഡന്റ് മിനറൽ ആഫ്റ്റർ കാൽസ്യം ആൻഡ് ഫോസ്ഫറസും. കാൽസ്യം ഫോസ്ഫറസും കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു മിനറൽസ് ആണ് എന്ത്? സൾഫർ. ദെൻ സെവൻത്ത് ഡിസ്കസ് ചെയ്യുന്ന മിനറൽസ് ആണ് മാംഗനീസ്. മാംഗനീസ് ഈസ് എ മിനറൽ ദാറ്റ് ദ ബോഡി നീഡ്സ് വെരി സ്മാൾ ഇൻ എമൗണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ള ഒരു ധാതുവാണ് എന്ത്? മാംഗനീസ്. ദ ബോഡി ഗെറ്റ്സ് മാംഗനീസ് ഫ്രം ഗ്രെയിൻസ്, ലിവർ ആൻഡ് മീറ്റ്. മാംഗനീസ് അടങ്ങിയിട്ടുള്ള ഫുഡ്സുകൾ ഏതൊക്കെയാണ്? അതായത് ഗ്രെയിൻസ്, ലിവർ ആൻഡ് മീറ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന മിനറൽസ് ആണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അബ്ഡന്റ് മിനറൽ ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ധാതുവാണ് ഫോസ്ഫറസ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ എവരി സെൽ ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലെ എല്ലാ സെല്ലുകളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ഫോസ്ഫറസ് കാണപ്പെടുന്നുണ്ട്. ഫോസ്ഫറസ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സ്ട്രെങ്തിൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ടീത്ത്, അതുപോലെ തന്നെയാണ് ബോൺസ്, അതിൻ്റെ പല്ലിൻ്റെയും എല്ലിൻ്റെയും ശക്തിക്കും അതിൻ്റെ പ്രവർത്തനത്തിനൊക്കെ എന്താവശ്യമുണ്ട്? ഫോസ്ഫറസ് ആവശ്യമുണ്ട്. എഗ്സ്, നട്ട്സ്, വീറ്റ് ആൻഡ് ലീഫി വെജിറ്റബിൾ ആർ റിച്ച് ഇൻ പൊട്ടാസ്യം. ഏതൊക്കെയാണ് സോഴ്സസ് ഫോസ്ഫറസിൻ്റെ? എഗ്സ്, നട്ട്സ്, വീറ്റ്, ലീഫി വെജിറ്റബിൾ. ഓക്കെ. ദെൻ നയൻത്ത് ഡിസ്കസ് ചെയ്യുന്ന മിനറൽസ് ആണ് ക്ലോറിൻ. ക്ലോറിൻ ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ ബ്ലഡ്. നമ്മുടെ ബോഡിയിലുള്ള രക്തത്തിൻ്റെ ഘടന നിലനിർത്താൻ എന്താവശ്യമാണ്? ക്ലോറിൻ ആവശ്യമാണ്. ബനാനാസ്, ഡേറ്റ്സ്, ടൊമാറ്റോസ് ആൻഡ് പൈനാപ്പിൾ ആർ കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് ക്ലോറിൻ. ക്ലോറിൻ്റെ സോഴ്സസ് ഉള്ള ഫുഡ് ഏതൊക്കെയാണ്? ബനാനാസ്, ഡേറ്റ്സ്, ടൊമാറ്റോസ്, പൈനാപ്പിൾ. ഇതിലൊക്കെയാണ് എന്ത് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നത്? ക്ലോറിൻ കാണപ്പെടുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് മിനറൽസുകളായിരുന്നു. 9 മിനറൽസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? കാൽസ്യം, അയേൺ, അയഡിൻ, സോഡിയം, പൊട്ടാസ്യം, സൾഫർ, മാംഗനീസ്, ഫോസ്ഫറസ്, ക്ലോറിൻ. ഓക്കെ. ഈ 9 മിനറൽസുകളും ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.